രംഗത്ത് സജീവമായ ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി തങ്ങളെ സംബന്ധിച്ച് എസ്കയുടെ സത്യവുമായി ബന്ധമില്ലാത്ത ധാരയിൽ ബഹുമാനപ്പെട്ട ഖലീൽ ഇബ്രാഹിം ബുഖാരി തങ്ങളെ ചിത്രം കൊടുത്തുകൊണ്ട് ആൾ ദൈവം ഇവിടെ പുതിയൊരു അവതാരം പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു, സാക്ഷാൽ ആൾ ദൈവമാണെന്ന് പറഞ്ഞാൽ തന്നെ തെറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരിയെ ആൾ ദൈവമെന്ന് വിളിച്ചാക്ഷേപിക്കുന്നത് മറുഭാഗത്തെ രാഷ്ട്രീയക്കാരാണ്. ഇങ്ങനെ ഏതെങ്കിലും ഒരു സയ്യിദിനെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞതായി ഒരു രേഖയും, അത് വാചകമായാലും വാമൊഴിയായും രേഖാമൊഴിയായും ആർക്കും കൊണ്ടുവരാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ മറുഭാഗം പറയുന്ന അപവാദങ്ങൾ അത് ആ അർത്ഥത്തിൽ തള്ളുക എന്നല്ലാതെ നമുക്കതിന് മറുപടി പറയാൻ സാധിക്കുകയില്ല. സഹോദരന്മാരെ, മറുഭാഗം ഒരു രാഷ്ട്രീയ വിങ്ങാണ്. അവർക്ക് അല്ലാഹുവിന്റെ ദീനിൽ താല്പര്യമില്ലെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ എന്നെ എന്താണ് വിചാരിക്കുക? സത്യം പരിശോധിക്കുമ്പോ, ഇന്നിന്റെ വാർത്ത വായിക്കുമ്പോ നമുക്കത് ബോധ്യമാകുന്നില്ലേ സഹോദരന്മാരെ? ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഈ വർഷം വരെ, ഈ കാലം വരെ ഈ സമുദായത്തിൽ വിള്ളലുണ്ടാക്കിയ പുത്തൻ പ്രസ്ഥാനക്കാർക്കെതിരെയുള്ള ശക്തമായ നിലപാടാണ് സ്വീകരിച്ചിരുന്നത്. നിങ്ങൾക്കറിയാമല്ലോ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആലിമീങ്ങൾ സമുദായത്തിൽ വിള്ളലുണ്ടാക്കിയ വഹാബി മൗദൂദി വിഭാഗവുമായി കൂടി പെരുമാറാതിരിക്കണം, അവരുമായി കണ്ടുമുട്ടിയാൽ സലാം ചെല്ലാതിരിക്കണം, അവർ സലാം പറഞ്ഞാൽ മടക്കാതിരിക്കണം, അവരുടെ സദ്യയിൽ പങ്കെടുക്കാതിരിക്കണം, അവരെ തുടർന്ന് നിസ്കരിക്കാതിരിക്കണം. ഇങ്ങനെയുള്ള ആശയമാണ് സമസ്തയുടെ രൂപീകരണ കാലം മുതൽ പറഞ്ഞു പഠിപ്പിച്ചു പോന്നതെങ്കിൽ അതുകൊണ്ടാണ് ഇന്നും കേരള മുസ്ലിങ്ങളുടെ 5% പിമ്പലം പോലും പുത്തൻ പ്രസ്ഥാനക്കാർക്ക് കിട്ടാതെ പോയത്. സമസ്തയുടെ മഹാരഥന്മാരായ ആലിമീങ്ങള് അല്ലാഹുവിന്റെ ദീൻ സമുദായത്തിന് പഠിപ്പിച്ചു കൊടുത്തത് കൊണ്ടാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, കഴിഞ്ഞില്ല ഈ വിഷയം ബഹുമാനപ്പെട്ട സമസ്തയുടെ ആദ്യകാല നേതാക്കന്മാര് പ്രഖ്യാപിച്ചത് ഒന്നുകൂടെ ശക്തമായ ഭാഷയിൽ പ്രഖ്യാപിക്കുകയാണ്. ബഹുമാനപ്പെട്ട കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാരും EK അബൂബക്കർ മുസ്ലിയാരും ചെയ്തത്. കേരളത്തിലെ പുത്തൻ പ്രസ്ഥാനക്കാരുമായി ഏതൊരു രൂപത്തിൽ പെരുമാറണം എന്ന് ബഹുമാനപ്പെട്ട കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാരോട് ചോദിച്ചപ്പോൾ കണ്ണിയത്തിതാ മലയാളത്തിൽ എഴുതിക്കൊടുത്ത ഫത്വ ഇത് ഇന്നും കേരള മുസ്ലിങ്ങളുടെ കൽബുകളിലുണ്ട്, അവരെ ലൈബ്രറികളിലുണ്ട്, കേരള മുസ്ലിങ്ങളുടെ കയ്യിലുണ്ട്. എന്താണ് കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ എഴുതിക്കൊടുത്ത ഫത്വ? പുത്തൻ പ്രസ്ഥാനക്കാര് പ്രസിദ്ധീകരിച്ച പുസ്തകങ്ങൾ സമസ്തയുടെ ആലിമീങ്ങൾ പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നിരന്തര പഠനത്തെ തുടർന്ന് സമസ്തയെടുത്ത തീരുമാനം അവരുമായി എല്ലാ നിലക്കും വിട്ടുനിൽക്കണമെന്നാണ്. അതിനാൽ സാധാരണ മുസ്ലിങ്ങളോട് പെരുമാറുന്ന വിധത്തിൽ അവരോട് പെരുമാറാൻ പാടില്ലാത്തതാണ്. മേൽ സംഗതികളിൽ മരണകാലവും അല്ലാത്ത കാലവും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. ബഹുമാനപ്പെട്ട കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാരുടെ ഫത്വ എന്താണ്? ശൈഖുന ഇങ്ങനെ പറയാനുണ്ടായ സാഹചര്യമെന്നല്ലേ? മുസ്ലിങ്ങൾ തമ്മിലുള്ള കടമ 6 ആണ്. കണ്ടാൽ സലാം പറയുക, സലാം പറഞ്ഞാൽ മടക്കുക, തുമ്മിയവൻ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ ഇർഹമുക്കല്ലാ എന്ന് പറയുക, ക്ഷണിച്ചാൽ ക്ഷണം സ്വീകരിക്കുക, അത് അസുഖമായാൽ സന്ദർശിക്കുക, മരിച്ചാൽ ജനാസ നിസ്കരിക്കുക. ഈ 6 കാര്യങ്ങളാണ് സാധാരണ മുസ്ലിങ്ങൾ തമ്മിൽ പെരുമാറേണ്ടത്. എന്നാൽ ഈ 6 കാര്യങ്ങളും പുത്തൻ പ്രസ്ഥാനക്കാരുമായി പാടില്ല എന്ന് പറഞ്ഞിട്ട് കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാരും പിന്നെ മയ്യത്ത് നിസ്കരിക്കാൻ പറ്റുമോ എന്നൊരു ചോദ്യം തന്നെ ഉത്ഭവിക്കാതിരിക്കാൻ പറഞ്ഞു. ഈ കാര്യങ്ങളിൽ മരണത്തിന്റെ മുമ്പ് ശേഷം എന്ന വിവേചനം വേണ്ട. മുസ്ലിങ്ങൾ തമ്മിലുള്ള കടമ 6 ആണെങ്കിൽ അതിൽപ്പെട്ട ഒരു കടമയാണ് മരിച്ചാൽ മയ്യത്ത് നിസ്കരിക്കുക എന്നത്. അത് പുത്തൻ പ്രസ്ഥാനക്കാര് ജീവൻ പോയാൽ അങ്ങനെ ഒരു നിസ്കാരം സുന്നികൾ
നടത്തേണ്ടതില്ല എന്ന് ബഹുമാനപ്പെട്ട കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ ഫത്വ കൊടുക്കുമ്പോൾ ഈ ഫത്വ ഒന്നുകൂടെ ശക്തമായിട്ട് കൊടുത്ത ശേഷം ഇ കെ അബൂബക്കർ മുസ്ലിയാർ പറയുന്നത് മയ്യത്ത് നിസ്കരിക്കരുതെന്ന് മാത്രമല്ല, ഇനി ഏതെങ്കിലും കുരുത്തം കെട്ട മൊയ്ലിയാരെ ഏതെങ്കിലും മുജാഹിദിന്റെ മയ്യത്ത് നിസ്കരിച്ചാൽ അയാളെ പള്ളിയിൽ നിന്ന് പിരിച്ചുവിടേണ്ടതാണ്. അയാൾ ലാലാണ്, അഥവാ വൈപിഴച്ചവനാണ്, മുകിലാണ്, മറ്റൊരുത്തനെ പിഴപ്പിക്കുന്നവനുമാണ്. അതുകൊണ്ട് മുജാഹിദ് ജമാഅത്ത് പോലുള്ള പുത്തൻ പ്രസ്ഥാനക്കാരെ ജനാസ നിസ്കരിക്കുന്ന മുസ്ലിയാമാര് പള്ളിയിൽ നിന്ന് പിരിച്ചുവിടണം എന്നതാണ് ഇ കെ അബൂബക്കർ മുസ്ലിയാരുടെ ഏറ്റവും അവസാനത്തെ ഫത്വയെങ്കിൽ ഞങ്ങൾ ഈക്കക്കാരാണെന്ന് അവകാശപ്പെടുന്ന രാഷ്ട്രീയ കക്ഷി നിങ്ങൾ നോക്കൂ, സഹകരണം ശരിയും തെറ്റുമെന്നൊരു പുസ്തകം, ഈ സഹകരണം ശരിയും തെറ്റുമെന്ന പുസ്തകം 2003 പെരിന്തൽമണ്ണ ചേർന്ന 2003 ഒക്ടോബർ 2 വ്യാഴാഴ്ച പെരിന്തൽമണ്ണയിൽ നടന്ന SKSSFന്റെ മേഖലാ സമ്മേളനത്തിൽ വെച്ച് ആരിക്കുട്ടി മുസ്ലിയാരാണ് പ്രകാശനം ചെയ്തത്. ഈ പുസ്തകത്തിന്റെ അവതാരിക എഴുതിയത് മറുഭാഗത്തിന്റെ ജനറൽ സെക്രട്ടറിയാണ്. ആ അവതാരികയിൽ അദ്ദേഹം പറയുന്നത്, ദീനിൽ ഇല്ലാത്ത ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നവർക്ക് ഈ പുസ്തകം മറുപടിയാണ്. അഥവാ ഈ പുസ്തകത്തിലുള്ളതാണ് അള്ളാഹുവിന്റെ ദീന്, ദീനിൽ ഇല്ലാത്ത കാര്യം പറയുന്നവർക്ക് ഈ പുസ്തകം മറുപടിയാണ് എന്ന് മറുഭാഗത്തെ രാഷ്ട്രീയക്കാരുടെ സെക്രട്ടറി അവതാരിക എഴുതിയ ഈ പുസ്തകത്തിന്റെ 21ാമത്തെ പേജിൽ പറയുന്നത്, പുത്തൻ പ്രസ്ഥാനക്കാർക്ക് മയ്യത്ത് നിസ്കരിക്കൽ ഫർള് കിഫയാൻ, പുത്തൻ പ്രസ്ഥാനക്കാർക്ക് മയ്യത്ത് നിസ്കരിക്കൽ ഫർള് കിഫയാൻ. ഇനി അങ്ങനെ അവർക്ക് നിസ്കരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ, അഥവാ സാധാരണക്കാർക്ക് ഹറാമും പണ്ഡിതന്മാർക്ക് കറാഹത്തുമാണെന്ന വാദം, അത് ഷാഫി മദ്ഹബിലെ ഒറ്റ കിതാബിലും അങ്ങനെ ഒരു വിധി പറഞ്ഞിട്ടില്ല. പുത്തൻ പ്രസ്ഥാനക്കാർക്ക് മയ്യത്ത് നിസ്കരിക്കരുത് എന്നത് ഷാഫി മദ്ഹബിന് വിരുദ്ധമാണ്. കാരണം പുത്തൻ പ്രസ്ഥാനക്കാർക്ക് മയ്യത്ത് നിസ്കരിക്കൽ ഫർള് കിഫയാണെന്ന് ഇതിന്റെ അവസാനത്തെ പേജിൽ വ്യക്തമായി എഴുതുന്നു. എന്നിട്ടൊരു വെല്ലുവിളിയുണ്ട്, ഷാഫി മദ്ഫിഖിന്റെ കിതാബിൽ പുത്തൻ പ്രസ്ഥാനക്കാർക്ക് മയ്യത്ത് നിസ്കരിക്കൽ പണ്ഡിതന്മാർക്ക് ഹറാമും അല്ലാത്തവർക്ക് കറാഹത്തുമാണെന്ന ഒരു വാദം ഫിഖിന്റെ കിതാബിൽ പറയണമെന്നില്ല. മറിച്ച് ഒരു ഷാഫി പണ്ഡിതൻ ഷാഫി മദ്ഹബിലെ അടിസ്ഥാന നിയമം പാലിച്ച് ഏത് കിതാബിൽ പറഞ്ഞാലും മതി. ആർക്കെങ്കിലും തെളിയിക്കാൻ സാധിക്കുമോ? ആധുനിക മുഫ്തികളെ, അന്ത്യനാൾ വരെ നിങ്ങൾക്കതിന് കഴിയുകയില്ല. ആരാണ് ആധുനിക മുഫ്തികൾ? ഈ വിഷയത്തിൽ കാന്തപുരത്തിന്റേതായ ഒരു ഫത്വ വന്നിട്ടില്ല, സാജുൽ ഉലമയുടേതായ ഒരു ഫത്വ വന്നിട്ടില്ല. ഈ വിഷയത്തിൽ ഒടുവിൽ വന്ന ഫത്വ ഇ കെ അബൂബക്കർ മുസ്ലിയാരുടേതാണെങ്കിൽ ആ ഫത്വ അംഗീകരിച്ച് ജീവിക്കണമെന്നാണ് താജുൽ ഉലമയും എപിയും പ്രഖ്യാപിച്ചതെങ്കിൽ, ആധുനിക മുഫ്തികളെ എന്ന് പറഞ്ഞാൽ അത് കന്നയത്താണ്, ഇ കെയാണ്. ആ രണ്ട് മഹാന്മാരെയാണ് മറുഭാഗത്തെ സെക്രട്ടറി വെല്ലുവിളിക്കുന്നത്, മറുഭാഗത്തെ ഗ്രൂപ്പ് വെല്ലുവിളിക്കുന്നത്. എന്നിട്ട് എന്താ പറയുക? അവർക്കറിയാം മരിച്ചുപോയതുകൊണ്ട് അവരിഞ്ഞ് തിരിച്ചു വരൂലല്ലോ. അതുകൊണ്ട് കണ്ണിയത്തിനോടും ഇ കെയോടും പറയുന്നു, ഖിയാമം നാൾ വരെ നിങ്ങൾക്കതിന് സാധിക്കൂല എന്ന്. ഇന്ന് ജീവനുള്ള ആരെങ്കിലും വെല്ലുവിളിച്ചെങ്കിലല്ലേ ഉനക്ക് പേടിക്കേണ്ട ആവശ്യമുള്ളൂ. മരിച്ചുപോയ കണ്ണിയത്തിനെയും ഇ കെയെയും വെല്ലുവിളിച്ചാൽ പേടിക്കണ്ടെന്നാണ് അവരെ ഭാവമെങ്കിൽ, ഈ വിഷയത്തിൽ ഇ കെയെയും കണ്ണിയത്തിനെയും അക്ഷരം പ്രതി അംഗീകരിക്കുന്നവരാണ് ഈ കൂടിയിരിക്കുന്നവർ. ഞങ്ങൾ ജീവിക്കുന്ന കാലത്തോളം കണ്ണിയത്തിന്റെയും ഇ കെയുടെയും ഈ ആശയത്തിൽ നിന്ന് ഒരു ഇഞ്ച് പോലും പുറകോട്ട് പോകാൻ ആരെയും അനുവദിക്കുകയില്ല എന്നുകൂടെ ഈ സമയത്ത് പറയാൻ ഞാൻ സമയം കണ്ടെത്തുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, മറുഭാഗത്തിന് അള്ളാഹുവിന്റെ ദീനിലല്ല താല്പര്യം, അവർക്ക് കുറ്റപ്പെടുത്തലിലും രാഷ്ട്രീയം വളർത്തുന്നതിലുമാണ്.